എങ്ങനെ കാണണ്ട പൊയ്ക്കോ, എനിക്ക് ഒരു നിർബന്ധവുമില്ല. കാരണം അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഞാനും ഒരു ചെറിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ ഈ നിമിഷം ഒരു പുതിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാറ്. ഞങ്ങൾ ഇന്നിപ്പോൾ ഒന്നുമില്ല, എൻ്റെ വ്ളോഗിൽ പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അന്നോടൊന്ന് നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, പറയുക എന്നുള്ളതൊക്കെ ഉള്ളൂ. ഇന്നിപ്പോൾ എന്തായാലും രാവിലെ ഏകദേശം ഒരു 7:50 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അനിയനുണ്ട്. അങ്ങനെ ഞങ്ങളൊന്ന് നടന്നിട്ട് ആദ്യമായിട്ട് പരിപാടി ചെയ്യണതുകൊണ്ട് നല്ല ചമ്മലുണ്ട്. സംസാരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചമ്മൽ, പക്ഷെ അത് മാറും. അങ്ങനെ ഞങ്ങളിപ്പോൾ നടക്കാൻ ഇറങ്ങിയിട്ടാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ എൻ്റെ മാതാജി നടന്നു വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം, അച്ഛൻ ദുബായിലായതുകൊണ്ട് അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛനും കൂടെ ഉണ്ടായേനെ. അതുകൊണ്ട് ഞങ്ങൾ അല്ലാതെ കുടുംബസമേതം നടക്കാനായിട്ട് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. നോക്കാം, ഇതൊക്കെ തന്നെയായിരിക്കും എൻ്റെ വ്ളോഗിൽ. ഡെയിലി ഞങ്ങൾ രാവിലെ നടക്കാൻ പോവുക, അനിയനെ സ്കൂളിൽ കൊണ്ടുവിടുക, ഞാൻ അവനെ വിളിക്കാൻ പോവുക, അതിനിടയിലുള്ള എൻ്റെ കുറച്ച് കുത്സിതങ്ങൾ അതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഞങ്ങൾ നടത്തമൊക്കെ കുറച്ച് കഴിയുമ്പോൾ തീരും. അപ്പോൾ അത് തീർന്നിട്ട് ബാക്കി പരിപാടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുവരെ ഞങ്ങളൊന്ന് കുറച്ച് നേരം നടക്കട്ടെ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചെറുക്കൻ്റെ പൂ കണ്ടില്ലേ? പൂ എങ്ങനെയുണ്ട്? കമൻ്റ് ഇട്. എങ്ങനെയുണ്ട് എൻ്റെ ചെറുക്കൻ്റെ പൂ? അപ്പോൾ നമ്മൾ അനിയനെയും അമ്മേനെയും വീട്ടിലോട്ട് ആക്കിയിട്ട് ഇപ്പം നമ്മുടേതായ കുറച്ച് രാവിലത്തെ പരിപാടികളുണ്ട്, ജിമ്മും പരിപാടികളൊക്കെ. അപ്പോൾ നമ്മൾ നേരെ ജിമ്മിലോട്ട് പോകണം. പോയിട്ട് എന്താ പരിപാടി നോക്കാം. വർക്കൗട്ട് കഴിഞ്ഞിട്ട് എന്താ പരിപാടി നോക്കാം. വർക്കൗട്ട് പോകാൻ കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനും കാണിക്കും, ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഒന്ന് അവനെ സ്കൂളിലോട്ട് വിടണം. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ചൊന്ന് 2 പരിപാടികളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാം. എന്തായാലും ഞങ്ങൾ നേരെ ഇനി സ്കൂളിലോട്ട് പോട്ടെ. കുറച്ച് നേരമായി ഇറങ്ങിയിട്ടേ. ഞാൻ ആക്ച്വലി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഇനി സ്കൂളിലെത്തി അവനെ സ്കൂളിൽ വിട്ട് എനിക്ക് 1-2 സ്ഥലങ്ങളിൽ പോകാണ്ട്. കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം കാണിക്കും. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, ഇല്ലാന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എനിക്ക് കുറച്ച് ടൈം പാസ്, അത്രേ ഉള്ളൂ. അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആരോടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കണേ, ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഇവനെന്താ തലയ്ക്ക് ഭ്രാന്തായോ എന്നുള്ളത് അല്ലേ? അത് തന്നെ. ഒരു ഹായ് പറ, ഹായ് ബായ് പറ. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. എങ്ങനെ നാളെ കാണിച്ച എങ്ങനെ പാച്ചൂര് ക്യാമറ ഓൺ ചെയ്യുമ്പോ നാണം വരുന്നുണ്ടെന്ന് അല്ലേ പാച്ചു? ആണോ? എങ്ങനെ നാണം? എങ്ങനെ നാണം? എങ്ങനെ? അയ്യോ എനിക്ക് വയ്യ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ അവൻ്റെ സ്കൂളിലോട്ട് എത്താണ്. അല്ലേ പാച്ചു? സ്കൂളെത്തിയോ? സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യൂഷ്വലി സന്തോഷമാണ്, ഇന്നൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. ബായ് പറ. ബായ്. ടീച്ചർ പോയിക്കോ, ടീച്ചറിൻ്റെ അടുത്ത് പോയിക്കോ.
ബൈ. സീ യു. ബൈ. ടീച്ചർ. ബൈ. ബൈ. ഓ കഴിക്കോ. ശരി ഗൈസ്, ഞാൻ അവനൊന്ന് വിട്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ അവനെ വിട്ട് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അവന് സ്കൂളിൽ നിന്ന് ഇറങ്ങി. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഞാൻ ഈ വ്ളോഗ് ആദ്യമായിട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് എവിടേക്ക് എന്തൊക്കെ പറയണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടാതെ ഇങ്ങനെ ഇരിക്കാം. 2-3 വ്ളോഗ് എടുക്കുമ്പോഴേ ചിലപ്പോൾ അതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം നോക്കട്ടെ. ഞാൻ ഇതുവരെ പരിപാടി ഞാനിങ്ങനെ പല പ്രാവശ്യവും മറ്റേ എന്താ പറയുക വേർട്ടിക്കൽ പരിപാടി റീൽസായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടാനായിട്ട് ഡേ ഇൻ മൈ വ്ളോഗ് പരിപാടികളൊക്കെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് പരിപാടികളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. 30 സെക്കൻഡ് 60 സെക്കൻഡ്സിൻ്റെ ഒക്കെ പരിപാടി. ആരും നമ്മൾ ജസ്റ്റ് ഷോർട്സ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാനിതൊരു ഇട്ടിട്ടൊന്നുമില്ല. എന്നാലും അതാണ് എന്താണെന്നറിയില്ല, എനിക്ക് ആ ഒരു ഇടാനുള്ള ഒരു ഇതുണ്ടല്ലോ, അത് വന്നിട്ടില്ല. ഇപ്പം എനിക്കെന്തോ അത് വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇതിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് വന്നെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പരിപാടിയും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഒന്ന് അരയേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞ് 30 മണി ഉച്ചൊരു 1:30 ആയി. അപ്പോൾ കുറച്ച് സൈഡിൽ കൂടെ ഉള്ള കുറച്ച് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ വിശദമായിട്ട് ചിലപ്പോൾ ഞാൻ ഈ വ്ളോഗിൽ തന്നെ പിന്നീട് പറയുന്നതായിരിക്കും. എന്നല്ല, എന്തായാലും പറയും. വ്ളോഗിൽ അറിയും എന്താണ് പരിപാടികൾ എന്നൊക്കെ ഉള്ളതെല്ലാം. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കാത്തിരുന്ന് കാണാം. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പ്ലാനിങ്ങിൻ്റെ ആയിട്ട് ഡിസ്കഷനിൽ പോവുകയാണ്. എവിടെയെങ്കിലും പോയി ഇരിക്കണം, എവിടെ പോകണം, എവിടെ എന്തെങ്കിലും കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ഉച്ച 1:30 ആയി. രാവിലെ വർക്കൗട്ടും കഴിഞ്ഞ് ശകലം ഒന്ന് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തായാലും അവൻ്റെ അടുത്തോട്ട് എത്തട്ടെ. സോ ഗൈസ്, അവനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ എപ്പോഴും കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങണതേ ഉള്ളൂ. പക്ഷേ എനിക്ക് അവൻ്റെ വീട്ടിലോട്ട് കയറി ഇരിക്കാനായിട്ടുള്ളൊരു മടി. എനിക്ക് വേറൊന്നുമല്ല, എനിക്ക് വെയിലത്തിറങ്ങാൻ വയ്യ. അപ്പോൾ ഞാൻ വിചാരിച്ചു വണ്ടിക്കകത്ത് AC തന്നെ ഇരിക്കാം. EV ആകുമ്പോൾ നമുക്ക് എന്ത് അഹങ്കാരവും കാണിക്കാമല്ലോ. ഏത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. നിന്നെ ക്യാമറയിൽ കാണിക്കണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. Do you want to get in the vlog or not? No. Are you going to be fine with me posting your face? No, എൻ്റെ സൈഡ്സ് മാത്രം കാണിച്ചാൽ ഫേസ് കാണിക്കണ്ട. ഞാൻ ആരാണെന്ന് ആരും അറിയാൻ പാടില്ല. സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇങ്ങനെ കാണിക്കുമോ? റിവീൽ ആവുന്നു ഫേസ്. തല പോടാ പൊട്ട. സോ ദിസ് ഇസ് വൺ ഓഫ് മൈ ഫ്രണ്ട് ആൻഡ് ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാനൊന്നും താല്പര്യമൊന്നുമില്ല. അത് അവനെ ഇരുത്തിക്കൊണ്ട് ഞാൻ എങ്ങനെ അവനെക്കുറിച്ച് നല്ലത് പറയും? അത് പറ്റില്ലല്ലോ. അപ്പോൾ മോശം പറഞ്ഞാലും നാട്ടുകാരെന്ത് പറയും? അതുകൊണ്ട് വേണ്ട. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഐ എം ഫീലിംഗ് സോ ഹംഗ്രി. ഈ തന്നെ എന്ത് കഴിച്ചു എന്നൊന്നും എനിക്കറിയാം. കഴിച്ചില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പോയി ഒന്ന് കഴിക്കട്ടെ, ഞണ്ണിയിട്ട് വരാം. അപ്പം ഞണ്ണത് എന്താണെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ അപ്പോൾ കുറേ നേരത്തെ ഞങ്ങളുടെ ഡിസ്കഷൻ്റെ ഇടയിൽ ഞങ്ങൾ പുതിയ ഗ്രാൻഡ്യൂസ് കൊണ്ടൊരു ബിരിയാണി ഉണ്ട്. അവിടെ വന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, നീ കഴിച്ചിട്ടുണ്ടല്ലേ? ആകുമ്പോൾ ട്രൈ ഔട്ടല്ല, 2ാമത്തെ പ്രാവശ്യം. സോ അപ്പോൾ അങ്ങനെ ബിരിയാണി വരട്ടെ. ഞാൻ കഴിച്ചിട്ട് ഞങ്ങളിവിടെ നേരെ മിക്കവാറും സ്റ്റാർബക്സിലോട്ടായിരിക്കും പോകുന്നത്. സോ ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി. അത് ബീഫ്. എന്തായാലും കഴിക്കട്ടെ, കഴിച്ചിട്ട് ബാക്കി. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയും പരിപാടികളെല്ലാം കഴിച്ചിട്ട് ഇനിയിപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർബക്സിലോട്ട് പോകണം. അതിനിടയിൽ ഒരു ചെറിയ ടാസ്കും കൂടെ ഉണ്ട്. ആ ടാസ്കും കൂടെ തീർത്തിട്ട് ഓഫ് ടു സ്റ്റാർബക്സ് വി ഗോ. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആക്ച്വലി ട്രിവാൻഡ്രത്ത് ഇപ്പോൾ കിട്ടുന്ന ബിരിയാണികളിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണീസ് ഇവിടെ തന്നെയാണ്, ഗ്രാൻഡ്യൂസ് തന്നെയാണ്. എനിക്ക് അവരുടെ ചിക്കനാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ബീഫിനെ കാട്ടിലും. ബട്ട് ദെൻ ബെസ്റ്റ് മട്ടനാണ് കേട്ടോ. ഇന്നിപ്പോൾ ചിക്കനും മട്ടനാണ്, ചിക്കനും ബീഫാണ് കഴിച്ചത്. ഐ ലൈക്ക് ചിക്കൻ മോർ ദൻ ബീഫ്, ബട്ട് ബെസ്റ്റ് വൺ ഇസ് മട്ടൺ. മട്ടൺ നൈസാണ്. അവരുടെ സുർബിയാന നൈസാണ്. സുർബിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്, നോർമൽ ദം അല്ലാണ്ട്. ദാറ്റ് ഇസ് ഓൾസോ നൈസ്. ബട്ട് ഐ തിങ്ക് their mutton biryani, dum mutton biryani is the best. So you guys please do come and try out
ഗ്രാൻഡിയോസ് ബിരിയാണി. അവർക്കിപ്പം എനിക്കോട് വെൻപാലോട്ടത്തായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ കുറവോണത്ത് ഒരെണ്ണമുണ്ട്. വേറൊരെണ്ണം കൂടെ ഞാൻ എവിടെയോ കണ്ടായിരുന്നു ആക്ച്വലി, പക്ഷെ എവിടെയാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ സ്റ്റാർബക്സിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പിടിച്ച് വിഴുങ്ങുമോ? ഞാൻ എത്ര ദിവസം കാണുമ്പോൾ ഇവന് ഇവിടെ വെച്ചിട്ടുണ്ടോ ഇടയ്ക്കിങ്ങനെ ഫോൺ വെച്ചിങ്ങനെ നടക്കുന്നതായിരിക്കും. ഞാൻ അങ്ങനെ കണ്ടു. നമ്മൾ ഓഡിയോ അങ്ങനെ ഞങ്ങൾ സ്റ്റാർബക്സിൽ നിന്ന് ഇറങ്ങി. ഇനി ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ വീട്ടിലോട്ട്, ഇവനെ വീട്ടിലോട്ട് വിടണം. അത് കഴിഞ്ഞ് ഞാനും തിരിച്ച് വീട്ടിലോട്ടായിരിക്കും. ഇനി അവിടെ കുറച്ച് പരിപാടികളുണ്ട്. സോ അതൊക്കെ തന്നെ. ഇനിയിപ്പോൾ എല്ലാ പരിപാടിയൊന്നും ഞാൻ കാണിക്കില്ല. ഇനി മിക്കവാറും ചിലപ്പോൾ രാത്രി ഉണ്ടാവും. നമ്മൾ അവനെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലോട്ടാണ് ഇനിയിപ്പം പോകണേ. വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് തോന്നും വേണ്ടാരെങ്കിലും ക്യാമറ ഓൺ ചെയ്ത് വെച്ച് സംസാരിക്കാൻ നല്ല രസമുണ്ട് ഗൈസ്. ഇറ്റ്സ് ലൈക്ക് ഐ എം ടോക്കിംഗ് ടു സംബഡി ആൻഡ് സംബഡി ഈസ് ആക്ച്വലി ലിസണിങ് ടു മീ ആൻഡ് ദിസ് ഇസ് ആക്ച്വലി നൈസ് ആൻഡ് ഐ തിങ്ക് ഐ എം ലൈക്കിങ് ഇറ്റ്. പക്ഷേ ഇത് ഇച്ചിരി മെനക്കേടാണ് കേട്ടോ. അപ്പോൾ കഴിക്കാനൊക്കെ പോയിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മോ എന്ത് പാടാടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാനതിന് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ Day 1 ആണല്ലോ. നമുക്കൊരു Day 30 ആകുമ്പോഴത്തേക്കും നമ്മളിതിന് പ്രോ ആയിട്ട് മാറും. പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകണം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഇപ്പം ഞാൻ ഒരാളുടെ വ്ളോഗ് കാണുമ്പോഴത്തേക്കും ഞാൻ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, എനിക്കത് ഇഷ്ടമല്ല, എനിക്കിത് ഇഷ്ടമല്ല എന്നൊക്കെ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു വ്ളോഗിൽ കൂടെ പറഞ്ഞ് ഞാൻ ആദ്യം മനസ്സിൽ വിചാരിക്കണേ നീ ആരുടെ നിൻ്റെ വീഡിയോ കണ്ടിട്ട് വേണോ അനിയൻ എന്നാണ് ഞാൻ വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുന്ന കുറേ പേര് എന്തായാലും ഈ വ്ളോഗ് കാണുന്നുണ്ടാവും. നീ ആരടാ, നീ ആരെന്നാണ് വിചാരം എന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, കാണണ്ട, പൊയ്ക്കോ. എനിക്ക് ഒരു നിർബന്ധവുമില്ല. കാരണം ഇതെൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഞാൻ ഭയങ്കര മടിയനായിട്ട് വരികയായിരുന്നു. അപ്പോൾ സോ ഐ വാസ് ലൈക്ക് ഫോർ ദ റീസൺ ഓഫ് വ്ളോഗിങ് at least I'll get my shit ass off that bed and start doing stuff. That's it. അത്രയേ ഉള്ളൂ. ആൻഡ് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ ഇടുന്നതാണ്. ചിലപ്പോൾ നാളെ ഞാൻ ഒറ്റ വ്ളോഗ് ഇട്ടിട്ട് ഞാൻ നിർത്തുകയും ചെയ്യും, അതും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ഇത് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ എന്നാൽ പിന്നെ പോട്ടെ, കുറേ ചലച്ചു. ഇനിയിപ്പോൾ ഞാൻ രാത്രി വന്ന് ചലയ്ക്കാം. ഓ മൈ ഗോഡ്, കിഡിലൻ ലൈറ്റ്, കിഡിലൻ കളേഴ്സ് അല്ലേ അത്. യെസ്, ലുക്ക് ദാറ്റ്. എന്താലേ, ലുക്ക് ദാറ്റ്. ഇനി ഭയങ്കര. സോ ഗൈസ്, ഞാൻ എൻ്റെ സെക്കൻഡ് വർക്കൗട്ട് പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഈവനിങ് ഒരു 25 മിനിറ്റ്സിൻ്റെ ഒരു കാർഡിയോ സെഷൻ ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. മണി ഇപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞു. 8, 10, 8:15 അവറായി. അപ്പോൾ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം. സോ എൻ്റെ കാർഡിയോ സെഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഏകദേശം ഒരു 25 മിനിറ്റ്സ് വാക്കും പരിപാടിയും കഴിഞ്ഞിട്ട് വാക്കിനും കാണുന്ന ചെറിയ ജോബ് 25 മിനിറ്റ്സ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാർഡിയോ സെഷൻ സെറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് റൂമിലോട്ട് പോവാം, ഒന്ന് നോക്കൊക്കെ ഒന്ന് കഴുകിയിട്ട് എനിക്കൊന്ന് ഞാൻ പറഞ്ഞില്ല പ്രാക്ടീസിൻ്റെ പരിപാടിക്കൊന്ന് പോയിട്ട് നോക്കാം എന്താവും. ഓക്കെ, ഡെഡായി. നല്ല ഉക്കിരാണ് ഓട്ടോ വരുന്നു, സെറ്റായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഡെഡാണ് ആക്ച്വലി, വയ്യ. ഏകദേശം ഒരു 10:30 കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കുൽസിത വ്ളോഗുകൾ ഇനിയും ഞാൻ തുടരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും പോരായ്മകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തീർച്ചയായും കമൻറ്റിൽ
എന്തായാലും ഇത് കാണുന്നതെല്ലാം അറിയാവുന്ന ആൾക്കാരായിരിക്കും, രേഖപ്പെടുത്തുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ ട്രൈ ടു ഇംപ്രൂവ് മൈ സെൽഫ്. സോ ഇഫ് യു ഗൈസ് കൻ ഹെൽപ്പ് മീ ഔട്ട്, പ്ലീസ് ഡു ഹെൽപ്പ് മീ ഔട്ട്. ആൻഡ് അത്ര തന്നെ. അപ്പം ഗുഡ് നൈറ്റ്. ഓൾറൈറ്റ്, ബൈ ഗൈസ്. അതാണ് അവസ്ഥ, മനസ്സിലായില്ലേ?